ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ആകപ്പാടെ അലങ്കോലമായി കിടക്കുകയാണ്. ഇവിടെ പപ്പയും മോനും ഒക്കെ ജോലിക്ക് പോയി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു. അവൻ ഇന്ന് രണ്ടാമത്തെ എക്സാമാണ് കേട്ടോ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകാതെ അങ്ങനെ തന്നെ ഇട്ടേക്കാണ് കേട്ടോ. ഇനി വേണം എനിക്കെല്ലാം ജോലിയെല്ലാം തുടങ്ങാൻ. ഇത് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. റവയുടെ ദോശയായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്, ചട്നിയും കൂടിയിട്ട്. പിന്നെ ഞാൻ ചന്തയിൽ പോയിട്ട് പൊടിമീനാണ് കേട്ടോ കിട്ടിയത്. പൊടിമീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ കോവയ്ക്കയും കൂടിയിട്ട് കിട്ടി കേട്ടോ. ഇത് രണ്ടും ഞാൻ ചന്തയിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ നല്ല നാടൻ ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ ചന്തയിൽ കൊണ്ടുവന്ന് ഉണ്ടാവുന്നത് അവർ വിൽക്കാൻ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതും കൂടിയിട്ട് നിങ്ങളെന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇനി എൻ്റെ പണി തുടങ്ങാൻ പോവേ. മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ്. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഇപ്പുറത്തെ തന്നെ വർക്കരിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചോറ് ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം ഇട്ടതാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും ചോറും ഞാൻ അടുപ്പിലാണ് കേട്ടോ ഇടാറ്. വല്ലപ്പോഴും കറിയും വെക്കാറുണ്ട് അടുപ്പിൽ. പിന്നെ ഇതെൻ്റെ അടുക്കള വശമാണ് കേട്ടോ. നമുക്ക് ആ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിമീനല്ലേ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല മാങ്ങ നിൽപ്പുണ്ട്, അപ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ കുറേ പച്ചക്കറികളും മുളക്, അതേപോലെ തന്നെ പാവൽ, പയറ്, പൊന്നാങ്കണ്ണി ചീര, വഴുതനം, ഇങ്ങനെയൊക്കെയുള്ള ഇഞ്ചി, ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്ന പോലെ അല്ല, കുറച്ച് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ലപോലെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇതെല്ലാം കൂടിയിട്ട് കാണിക്കുന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു മാങ്കൊമ്പ് ചാഞ്ഞ് നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പിൽ കുറച്ച് മാങ്ങ നിൽപ്പുണ്ട്. അതിൽ നിന്ന് നമുക്കൊരെണ്ണം പൊട്ടിച്ചിട്ട് തരാം. അപ്പോൾ ഇവിടെ നമ്മൾ റെൻറ്റിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നല്ല ഫ്രീ ആയിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റിയ ഹൗസ് ഓണേഴ്സാണ് കേട്ടോ നമുക്കുള്ളത്. ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട്. അപ്പോൾ നമ്മളിതൊന്നും ഒരു മാങ്ങ പൊട്ടിച്ചെന്ന് വെച്ചിട്ടൊന്നും നമ്മളൊന്നും പറയാനൊന്നും പോകുന്നില്ല കേട്ടോ. അത്രയ്ക്ക് കാര്യമാണ്. എന്താണെങ്കിലും എടുത്തോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, പൊടിമീനൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ ഒരു മാങ്ങ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് സീസണും കൂടെ ആയതുകൊണ്ട് ഒരു മാങ്ങ ഇട്ട് വെക്കാനൊരു കൊതി, അങ്ങനെ പിച്ചതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പാപ്പു നിൽപ്പുണ്ട് കേട്ടോ. പാപ്പുനെ ഞാൻ കുറച്ച് നേരം ഒന്ന് വെളിയിൽ ഇറക്കിയിട്ടു. വേറെ പട്ടികളുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ അധികം ഞാൻ പുറത്തിറക്കാറില്ല. ഇപ്പോൾ ഒന്ന് പുറത്തിറക്കി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികളെല്ലാം ഇവിടെ സൈഡിലിരിപ്പുണ്ട്. ഞാൻ കുറച്ചുകൂടെ എനിക്കുണ്ട് കേട്ടോ. കുറേ സൈസ് പല സൈസ് കുറേ മുളകുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ 2-3 പയർ ഞാൻ പടർത്തി വിട്ടിട്ടുണ്ട്. അത് കുറച്ചായിട്ടേ ഉള്ളൂ. എല്ലാവർക്കും പയറൊക്കെ ഉണ്ടായി കഴിച്ചും തുടങ്ങി. ഇത് ഒരു വയലറ്റ് കളർ മുളകാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ അടുക്കളപ്പുറം. എൻ്റെ അടുക്കള വശം ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെയുള്ള നമുക്ക് വേണ്ടതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഞാൻ അരിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മാങ്ങ ആയതുകൊണ്ട് നമുക്ക് അധികം ഭയങ്കരമായിട്ട് കറി വെക്കുന്നില്ലല്ലോ. വളരെ കുറച്ച് അളവിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങ മതിയാവും. അപ്പോൾ ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും കൂടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടികളായിട്ട് ഞാൻ അതിൽ ഉപയോഗിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടിയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഉലുവാപ്പൊടിയും കൂടി ഇടാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഞാൻ വടക്കത്തിയാണ്. അപ്പോൾ തെക്കൻ നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഇവിടെ കറിയൊക്കെ വയ്ക്കാറുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പോലെ എനിക്ക് തോന്നി, സോറി. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വളരെ കുറച്ചളവിൽ ഉലുവയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഒരുപാട് കൂടാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി കൂട്ടില്ലേ, അപ്പോൾ അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം മൂത്ത് വരാന്ന് വെച്ചാൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ട്
ഒരു മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരിക എന്ന് പറയുന്നത് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് വെക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഞാനും വെക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മൊരിഞ്ഞ് വരണം. അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റും നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും കേട്ടോ. കറിവേപ്പില നമുക്ക് എത്ര വേണേൽ ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കറിവേപ്പില നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മളുടെ പൊടികളെല്ലാം കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിൽ ആ പൊടിയും കൂട്ടിയിട്ടൊന്ന് നല്ല രീതിയിൽ മൂത്ത് വരണം. അപ്പോൾ ഞാൻ ഇത് മാങ്ങ ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുടംപുളി ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അതൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് വെക്കുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ എണ്ണ ഞാൻ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി ഞാൻ വെള്ളം കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പുളിയിട്ടൊക്കെയാണ് ആക്കുന്നതെങ്കിൽ പുളിവെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന നമ്മളുടെ ആ ഒരു മാങ്ങയും കൂട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മീൻ, നമുക്ക് ഏത് മീനും ഇതേപോലെ വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെയൊക്കെ പറയുക പുളിയും മുളകും വയ്ക്കുക എന്നൊക്കെയാണ് പറയുക കേട്ടോ. മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ അതൊരു വേറെ രീതിയിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടാണ് മാങ്ങ ഇടുന്നത്. ഞാൻ പുളി ഇട്ട് വെച്ചാലും അത് കൂട്ടത്തിൽ തക്കാളിയും കൂടിയിട്ടൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പം മാങ്ങ ഇട്ട് നമ്മളുടെ പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചു. തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീൻ പെറുക്കിയിടുക കേട്ടോ. അപ്പം ഞാൻ മീനും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനും കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഏകദേശം നമ്മളുടെ കറി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീനും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മീൻ ഇതുപോലെയൊക്കെയുള്ള മീനുകളാണെങ്കിൽ അല്ലെങ്കിൽ ഉടയുന്ന ടൈപ്പ് മീനുകളാണെങ്കിൽ നമ്മൾ തവി ഉപയോഗിച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കേ ഉള്ളൂ. ആ ചട്ടി എടുത്തിട്ടൊന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് മൊത്തം അടച്ചു മൂടി വെക്കരുത് കേട്ടോ. കുറച്ചൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. കുറേ ജോലികളുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആദ്യമേ എത്രയോ പാത്രങ്ങളും ഒക്കെ ആയിട്ട് കിടന്നതാണ്. എല്ലാം ഞാൻ വൃത്തിയാക്കി എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതൊരു സൈഡാണ് കേട്ടോ. മറ്റേ ഈ സൈഡിൽ കുറേ സാധനങ്ങൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ കറി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല. മീൻ വറുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കോവയ്ക്ക അത് മെഴുക്ക് വരട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അച്ചാറുണ്ട് കേട്ടോ. മാങ്ങയാണ് കേട്ടോ അച്ചാർ. അതേപോലെ തന്നെ ചോറും. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൊച്ചു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കാണാൻ വരെ ടാറ്റാ ബൈ.